ഒരു വീടാണെന്നുണ്ടെങ്കിൽ അവിടെ ആര് താമസിക്കുന്നുവോ ആ വീടിന്റെ വാസ്തു ദോഷം 75% ആ വീട്ടിൽ താമസിക്കുന്നവർക്ക്. അതൊരു വാടകക്കാരനാണെങ്കിലും നമ്മളിവിടെ വാടക കൊടുത്ത് ജീവിക്കുന്നവരല്ലേ, നമുക്കും ഇവരുടെ വാസ്തുവിന് ബന്ധമില്ലല്ലോ എന്ന് വിചാരിക്കുന്നത് ശുദ്ധ മണ്ടത്തരം. ഹായ്, നമസ്കാരം. വാസ്തുപരമായി മറ്റൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ നമ്മോടൊപ്പം വാസ്തുമേഖലയിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസും ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ള ആസ്ട്രൽ തങ്കച്ചൻ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. നമ്മുടെ പ്രേക്ഷകർ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്പം ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഒരുപാട് വീടുകൾ, അതായത് ഇപ്പോൾ സ്വന്തമായിട്ടൊരു വീടുണ്ടാവാം, റെന്റിന് കൊടുക്കുന്ന വീടുണ്ടാവാം. അപ്പം അയാൾ ഏത് വാസ്തുവാണ് നോക്കേണ്ടത്? അതായത് ഈ റെന്റിന് കൊടുത്ത ഒരുപാട് വീടുകളുള്ള ഒരാൾ ഏത് വാസ്തു ആയിരിക്കും അയാൾ നോക്കേണ്ടത്? നല്ല ചോദ്യം. ഒരാൾക്ക് ഒരുപാട് വീടുണ്ടാകാൻ കൂടുതൽ സാധ്യത ഉണ്ടല്ലേ? അതെ. ചിലപ്പം അവരുടെ കുടുംബ വീടാകാം. കുടുംബ വീട്ടിൽ ചിലപ്പോൾ അച്ഛനമ്മമാര് താമസിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കൈവകാശം ഇയാൾക്കാണെങ്കിലും മരണശേഷം അച്ഛനമ്മയുടെ മരണശേഷം പ്രോപ്പർ ഡോക്യുമെന്റ് ഇയാളെ കയ്യിൽ വരുന്ന ചില ഒരുപാട് വ്യവസ്ഥകളുണ്ട്. ചിലർക്ക് ഭാര്യയുടെ വീട് സ്ത്രീധനം എന്നുള്ള രീതിയിൽ എഴുതി കൊടുക്കുന്നു ചില വീടുകൾ. ചിലർ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യുന്നു, ചിലപ്പോൾ ഫ്ലാറ്റുകൾ പർച്ചേസ് ചെയ്യുന്നു. ചിലരിങ്ങനെ പണയത്തിന് വീട് മേടിക്കുന്നവരുണ്ട്. കുറച്ചു കാലത്തെ ബുദ്ധിമുട്ടിന് പണയത്തിന് വീട് മേടിച്ചാൽ പണയത്തിന് സ്ഥലം പണയപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ വാസ്തുവിൽ വളരെ സൂക്ഷിക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ആ കല്യാണ മണ്ഡപത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒരു വീടാണെന്നുണ്ടെങ്കിൽ അവിടെ ആര് താമസിക്കുന്നുവോ ആ വീടിന്റെ വാസ്തു ദോഷം 75% ആ വീട്ടിൽ താമസിക്കുന്നവർക്ക്. അതൊരു വാടകക്കാരനാണെങ്കിലും നമ്മളിവിടെ വാടക കൊടുത്ത് ജീവിക്കുന്നവരല്ലേ, നമുക്കും ഇവരുടെ വാസ്തുവിന് ബന്ധമില്ലല്ലോ എന്ന് വിചാരിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. എങ്ങനെയാ? നമ്മളൊരു കാറ് റെന്റിനെടുത്ത് ഓടിക്കുന്നു, അതിനകത്ത് ബ്രേക്ക് സെക്യൂരിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ആ യാത്ര മുഴുവനും നമ്മുടെ അപകടം പതിയിരിക്കുന്നു. നമ്മൾ എന്തുമാത്രം ശ്രദ്ധിച്ച് യാത്ര ചെയ്യണമെന്നുള്ളത് പോലെ തന്നെയാണ് ഒരു വീട് വാടകയ്ക്ക് നമ്മൾ താമസിക്കുമ്പോൾ ആ വീട് ഒരു മണ്ഡലകാലത്തിനുള്ളിൽ നമ്മളുമായി ഒരു രഹസ്യ ബന്ധമുണ്ടാക്കും. എപ്പോഴും പറയാറുണ്ട്, ഒരു വീട്, ഒരു വാസ്തു, ഇതിന്റെ അപ്ലിക്കേഷൻ, അതിന്റെ കാലാവധികൾ ഒരു മണ്ഡലകാലം മിനിമം, അതിനുശേഷം അതെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെളിപ്പെട്ട് തുടങ്ങും. അപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്നവർ വാസ്തു ഉണ്ടോ എന്നുള്ള ചോദ്യവും കൂടെ ഇതിനകത്ത് വരണം. തീർച്ചയായും ഉണ്ട്. അതാ കാറിന്റെ ഉദാഹരണം പറഞ്ഞത്. അടുത്ത് അതല്ല, ഇപ്പോഴത്തെ ചോദ്യം അതല്ല. ഒരാൾക്ക് കൂടുതൽ വീടുണ്ടെങ്കിൽ വ്യത്യസ്തങ്ങളായ പല വാസ്തുവുമുള്ള വീടായിരിക്കാം. ഇദ്ദേഹം എങ്ങനെയാ ബാധിക്കുന്നു, അല്ലെങ്കിൽ അതിന്ന് പ്രോഫിറ്റബിൾ ആകുന്നു എന്നുള്ള ചോദ്യമാണ്. എന്റെ വീട് വളരെ വാസ്തുയോഗ്യമായ ഒരു വീടാണ് എന്ന് വെക്കാം. നല്ലൊരു വീടാണ് എൻ്റെ വീട്, ഞാനിങ്ങനെ വാസ്തുയോഗ്യമായി പോകുന്നു, എനിക്ക് ജീവിതത്തിൽ മറ്റൊരു പ്രശ്നമില്ല, കുറച്ച് നല്ല സേവിങ്സ് ഒക്കെ ഉണ്ട്, നല്ലൊരു ഇൻകം ഉണ്ട് എൻ്റെ കുട്ടികൾക്കുമായിട്ട്, ഇങ്ങനെ പോകുന്നു എന്ന് വെക്കാം. ഈ കാശിന്റെ മികവിൽ എനിക്ക് വേറൊരു പ്രോപ്പർട്ടി കൂടെ മേടിക്കേണ്ടി വരുന്നു. ഒരുപക്ഷെ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും ഒരു സുഹൃത്ത് ഇത് മറ്റാർക്കും മേടിക്കുന്നില്ല, നിങ്ങളൊന്ന് മേടിച്ച് എൻ്റെ സാമ്പത്തിക പ്രശ്നം പരിഹരിച്ചു തരുമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെ വരികയും ഇദ്ദേഹം ഒരു നല്ല ഉദ്ദേശത്തോടെ ചിലപ്പം ആ സ്ഥലം അല്ലെങ്കിൽ ആ വീടോടുള്ള സ്ഥലവും മേടിക്കുന്നു. ഒരുപക്ഷെ ആ മേടിക്കുന്നതിന് മുമ്പ് ഈ വ്യക്തി ചിന്തിക്കുന്നില്ല എന്തുകൊണ്ട് അയാൾക്ക് ആ വീട് വിൽക്കേണ്ടി വരുന്ന ഒരു ദൗർഭാഗ്യം വന്നു. കാരണം വീട് വിൽക്കാനല്ല ആരും കെട്ടുന്നത്. തലമുറകളോളം ആ വീട്ടിൽ അവരുടെ സ്വപ്ന വീട് അല്ലെങ്കിൽ അവരുടെ സ്വപ്ന പദ്ധതിയായിട്ട് തലമുറകളോളം ആ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കാനായിരിക്കും ആ വീട് ചിലപ്പോൾ അവർ കെട്ടിപ്പൊക്കിയത്. പക്ഷെ നിർഭാഗ്യവശാൽ വിൽക്കേണ്ടി വന്ന ദൗർഭാഗ്യവും ആ വീട് നിന്നാണ് അദ്ദേഹത്തിന് വന്നത്. അപ്പോ ആ വീട് മേടിക്കുന്ന ഒരു മറ്റൊരു വ്യക്തി ആ ദൗർഭാഗ്യവും കൂടെ ഏറ്റുവാങ്ങേണ്ടി വരും. ആ വീട് ഏറ്റുവാങ്ങുന്നതോടൊപ്പം ആ വീടിന്റെ അവാസ്തുവിൽ ഉണ്ടാകുന്ന ദൗർഭാഗ്യവും വീടിനോടൊപ്പം ഇദ്ദേഹം ഏറ്റുവാങ്ങണം. അപ്പം നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളാ, നല്ലൊരു ബിസിനസ്മാനാ, അയാൾക്ക് ഒരുപാട് ഫ്രാഞ്ചൈസികളൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ ഒരുപാട് തൊഴിലാളികൾ വെച്ച് നല്ല രീതിയിൽ ബിസിനസ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം രീതികളിൽ എവിടെയെങ്കിലും ഒരു ലാൻഡ് അല്ലെങ്കിൽ വീട് ഫോൾട്ടുള്ള വീട് മേടിക്കുകയാണെങ്കിൽ അവർക്ക് ഭാഗികമായി മെല്ലെ 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 അവരുടെ ട്രാക്ക് ഗോയിങ് ഡൗൺ. ഇത് എങ്ങനെ നമ്മൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അംബാനി ഒരു വീട് മേടിച്ചതിനകത്ത് വാസ്തുദോഷമുണ്ട്, 1.5 മാസം കഴിഞ്ഞ് അംബാനി ഇനി പട്ടിണിയാവുമെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ജുവൽസ് ഉണ്ടാവും, അദ്ദേഹത്തിന് വാഹനങ്ങൾ ഉണ്ടാവും, അദ്ദേഹത്തിന് മണിമാളികകൾ ഉണ്ടാവും. പക്ഷെ ഒരു വാസ്തു ഫോൾട്ട് അദ്ദേഹത്തിന് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ 10 അംബാനിമാരുടെ കൂട്ടത്തിൽ ഈ അംബാനി ദുഃഖിതനായിരിക്കും. പിന്നെയും ഇതിനകത്ത് മറ്റു കാരണങ്ങളുണ്ട്. ഇവരുടെ ദിശാഭുക്തി, അന്തരംഗം, ഇങ്ങനെയൊക്കെയുള്ള പല സംവിധാനങ്ങളും ആസ്ട്രോസൈഡും കൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവരുടെ മറ്റു വീടുകളും വാസ്തുയോഗ്യമായ മറ്റൊരുപാട് വീടുകളോ അല്ലെങ്കിൽ ബിസിനസ്സോ സ്ഥാപനങ്ങളോ, ഇത് ഒരു നമ്മൾ പറ്റില്ല വ്യവസായ വാസ്തു
ഭവന വാസ്തു, അമ്പല വാസ്തു, ഇങ്ങനെ 3 ടൈപ്പ് വാസ്തു ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതിൽ വ്യവസായ വാസ്തുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രമേ വലിയ കോടീശ്വരന്മാർക്ക് ഒന്നും സംഭവിക്കുന്നില്ല, മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കും. പക്ഷേ അവർ ഏറ്റുവാങ്ങുന്ന അടി ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത പല ദുഃഖങ്ങൾ അവർ ഏറ്റുവാങ്ങി അവരുടെ അവാസ്തു പ്രശ്നങ്ങൾ, അവരുടെ കുഞ്ഞു കുടുംബങ്ങളിലെ കുഞ്ഞു കുട്ടികൾ തൊട്ട് ഒരു അമ്മ മാതാപിതാക്കൾ തൊട്ട് വീട്ടിലെ സ്ത്രീകൾ അല്ലെങ്കിൽ അവരുടെ മക്കളൊക്കെ എല്ലാം അത് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഉയർന്ന സംസ്കാരവും ഉയർന്ന തലങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ താഴെത്തട്ടിൽ അറിയുന്നില്ല. പക്ഷെ ദുഃഖം എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. സ്ട്രെസ് വലിയ സബ്ജക്റ്റിലോട്ട് പോകണ്ട. അപ്പം ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് കൂടുതൽ ഞാൻ ഇതിനകത്ത് കൂടുതലും കാണുന്നത് നല്ല രീതിയിൽ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന നമ്പർ 1 ബിസിനസ്മാൻ ആയിരിക്കും. പക്ഷെ പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു മാറ്റിക്കച്ചവടമല്ലേ, ഇങ്ങനെ മേടിച്ച് അഗ്രിമെന്റ് ഇട്ട് മേടിച്ച് ഒരു 6 മാസം സമയപരിധിയിൽ അഗ്രിമെന്റ് ഇട്ട് മേടിക്കുന്നു, ഉയർന്ന വിലയ്ക്ക് മറ്റൊരു ഭാഗത്ത് വിൽക്കാം എന്നുള്ള നല്ല ഉദ്ദേശത്തോടെ ഇൻവെസ്റ്റ് ചെയ്ത് മേടിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്തരം സംവിധാനങ്ങൾ ഒരുപാട് സംഭവിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ലാൻഡ് ലോക്ക് വീഴുന്ന ലാൻഡ്, സ്വാഭാവികമായിട്ട് ലാൻഡ് ലോക്ക് വീഴുന്ന ലാൻഡാണ് എന്ത് കോംപ്രിമെന്റ്സിനും തയ്യാറായി വിൽപ്പനയ്ക്ക് വരുന്നത്. അപ്പം അവര് ചുളുവിലൊരു റേറ്റിന് അടിച്ചെടുക്കാൻ വേണ്ടി ഈ ലാൻഡ് ലോക്കുള്ള ലാൻഡ് മേടിക്കുന്നു. ഇതുവരെ അറിയുന്നില്ല, പിന്നെ ലാൻഡ് വിറ്റു പോകില്ല. ഒരുപക്ഷെ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത പൈസയുടെ പലിശ പോലും കൊടുക്കാൻ പറ്റാതെ ഇവർ ലോക്കാവുന്നു. മറ്റു ബിസിനസ് സംവിധാനങ്ങളും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് കാശ് എടുത്ത് എല്ലാ ഭാഗങ്ങളിലും ലോക്കായി ചിലപ്പം ബിസിനസ് തന്നെ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാരെ എൻ്റെ പ്രാക്ടീസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി ഒരു വീട് മേടിക്കുന്നു, ആ വീടിന്റെ ലാൻഡ് ലോക്കോ അല്ലെങ്കിൽ വീടിന് അവാസ്തു ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ വാടകയ്ക്ക് ഏൽപ്പിക്കുന്നതാ ഉത്തമം. അതിനെ ചേർത്ത് വച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ അവാസ്തു ഇദ്ദേഹത്തിന് ഒരു പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ പെർഫോമൻസും മറ്റു സംവിധാനങ്ങളും നമ്മുടെ വീടിന്റെ വാസ്തു ഇതിനകത്ത് കൂടുതലും നമ്മൾ എടുക്കണം, ബിസിനസ് വാസ്തു. പിന്നെ വേറൊരു കാര്യം, ചില വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്, വാസ്തുദോഷമുള്ള വീട്ടിലാണ് നമ്മൾ താമസിച്ചത്. നമ്മുടെ പഠനവും വിദ്യാഭ്യാസമായിട്ടൊക്കെ നമ്മൾ പുറത്തൊക്കെ പോയി ഒരു പുതിയൊരു വീട് കെട്ടി, ആ വീട് വാസ്തു ആണെങ്കിൽ നമ്മൾ മെല്ലെ ഗോയിങ് വെൽ. പെട്ടെന്ന് കുടുംബത്തിന്റെ ഒരു തീരുമാനം, ഓക്കെ തറവാടും അവന് കൊടുക്കാം, 2 പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചവനല്ലേ, അപ്പൊ ആ തറവാട് അവന്റെ പേരിൽ തന്നെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഈ തറവാടിന്റെ വാസ്തുദോഷം വർഷങ്ങൾക്ക് ശേഷം തിരിച്ചും ഈ വ്യക്തിക്ക് വരും. കാരണം ഇതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ശരി, ഞാൻ കുറച്ച് പ്രഹരിച്ചതല്ലേ, ഇപ്പോഴൊന്ന് വിട്ടേക്കാം, കുറച്ച് വർഷത്തേക്ക് 2 വർഷത്തേക്ക് വിട്ടേക്കാന്ന് വിചാരിക്കും അല്ലെ. പക്ഷെ ഇതൊരു എനർജിയാ, ഇതിന് സെന്റിമെന്റ് ഇല്ല. ഇത് ആരെ പുൽകുന്നുവോ അതിന്റെ ലാഭനഷ്ടങ്ങൾ അയാൾ അനുഭവിക്കണം. അപ്പം ഒരാൾക്ക് ഒരുപാട് വീടുണ്ടെങ്കിൽ എല്ലാ വീടിന്റെയും വാസ്തുദോഷം എങ്ങനെ നിർണ്ണയിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പറയുന്നത്. പിന്നെ പല സൈറ്റുകളും ഞാൻ നോക്കുമ്പോൾ വളരെ നിസ്സാര പ്രശ്നങ്ങളായിരിക്കും. ഇപ്പൊ ഞാൻ കണ്ടിട്ട് എന്നെ അതിശയിപ്പിച്ചിട്ട് പല കാര്യങ്ങളും വളരെ നിസ്സാര പ്രശ്നമായിരിക്കും. ചിലപ്പോൾ ഒരു പ്രൊജക്ഷൻ മാത്രം തട്ടി ഒന്ന് ലെവൽ ചെയ്താൽ തീരുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനുവേണ്ടി അവർ കൊടുത്ത വില എന്ന് പറഞ്ഞാൽ 8 വർഷങ്ങളാണ്. അത് എങ്ങനെ അവർക്ക് സ്ഥിരീകരിക്കും വെച്ച് കഴിഞ്ഞാൽ അത് ആ വാസ്തുദോഷം ഞാൻ ആ പറയുന്ന രീതിയിൽ അവർ ചെയ്തതിന് ശേഷം ഇപ്പോഴും അവരെന്നെ വിളിക്കാറുണ്ട്. അവർ വളരെ മറ്റൊരു മനോഹരമായ ദിവസങ്ങളോട് അവർ എത്തിക്കഴിഞ്ഞു. പിന്നെ വേറെ വാസ്തുദോഷം ഒരുപാട് വീടുകൾ മേടിക്കുന്നവർക്ക് പറ്റുന്ന കൂടുതലും സംവിധാനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആൾക്കാര് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, വീട്ടിൽ ജോലി ചെയ്യുന്ന സർവന്റിന് വരെ ആ വീട്ടിന്റെ വാസ്തുദോഷം ബാധകമാണ്. അതിനുള്ളിൽ വളരുന്ന തെരുവോരങ്ങളിൽ നിന്ന് അലഞ്ഞു തിരിഞ്ഞ് നമ്മുടെ വീട്ടിലോട്ട് കയറി നമ്മളൊരു ഭക്ഷണവും വെള്ളവും കൊടുത്ത് നമ്മളോടൊപ്പം സ്നേഹിച്ച് ആ വീട്ടിന്റെ ഒരു മെമ്പറായി അത് കൂടുന്നൊരു കാലം അത് സ്വയം ഒരുപാട് ശിക്ഷ ഏറ്റുവാങ്ങുന്നു, ആ വീടിന്റെ വാസ്തു പ്രകടനം ഏറ്റുവാങ്ങുന്നു എന്ന് പറയുമ്പോൾ ചില വീടുകൾ, അങ്ങനെയുള്ള അവാസ്തു വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ താമസിക്കുന്നവർ അതിന് വില കൊടുത്തിരിക്കും. വില കൊടുക്കുക, അതിനു മുമ്പ് നല്ലൊരു ജീവിതം വെച്ച് വന്നവരായിരിക്കാം. ഈ വീട്ടിൽ വന്ന് ആ വീടിന്റെ പ്രതികാരം ആ വീടിന്റെ വാടകക്കാരെ ഏറ്റുവാങ്ങി അവിടെ നിന്നും പുറത്തു പോകാൻ പറ്റാത്ത വണ്ണം താമസിക്കുന്ന ഒരുപാട് വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ വാടക വീട്ടുകാരാ. ഒരു സ്വന്തം വീട് കെട്ടി അത് വാസ്തുദോഷമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് മൂവ്മെന്റ് അടുത്ത് രക്ഷപ്പെടാൻ വളരെ പരിമിതികളുണ്ട്. പക്ഷെ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വീട് വാസ്തുദോഷമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുന്നേറ്റം തടസ്സപ്പെടുത്തുന്നത് ഈ വീട് കാരണമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല, അവർക്ക് വേഗം അത് വെക്കറ്റ് തന്നെ ഉള്ളൂ. പക്ഷെ അവിടെയാണ് ഈ ആസ്ട്രോ സൈഡിലെ ദശാഭുക്തി, അന്തരംഗം, സൂക്ഷ്മം, അതിസൂക്ഷ്മം എന്നുള്ള സംവിധാനങ്ങളൊക്കെ വരുന്നത്. ഗ്രഹമാറ്റങ്ങളും നമ്മുടെ മാനസിക നിലയുമായി വലിയൊരു ബന്ധമുണ്ട്. അഫ്കോഴ്സ് വാസ്തു ആണെങ്കിലും ന്യൂമറോളജി ആണെങ്കിലും എല്ലാം നമ്മുടെ മാനസിക നിലയുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇവര് ആ വീട് വാസ്തുദോഷമാണ് എന്ന് അറിഞ്ഞുകൊണ്ടും അവിടെ താമസിക്കുന്ന നിർബന്ധിത അവസ്ഥ ഇവർ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനവരെടുക്കുന്ന കാരണം എൻ്റെ കുട്ടികളുടെ സ്കൂൾ തൊട്ടടുത്താണ്.
ഹസ്ബൻഡിന്റെ ജോലി സ്ഥലം തൊട്ടടുത്താണ്. ഞങ്ങൾക്ക് തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, ഇവിടെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും തൊഴാൻ സൗകര്യം, അതല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത്, ഇങ്ങനെയുള്ള വികൃതമായ പല കാരണങ്ങളും പറഞ്ഞ് ആ വാസ്തുദോഷമുള്ള വീട്ടിൽ നിന്ന് മാറാതിരിക്കുന്നു. അത് മാനസികത ഉണ്ടാക്കി കൊടുക്കുന്നത് ആ വീടാ. അപ്പം വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് വാസ്തുദോഷമാണോ എന്ന് ചോദിച്ചാൽ ഈസിയായിട്ട് അവർക്ക് അവിടെ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. ഒരു ബ്രോക്കറിന്റെ അടുത്തൊരു 1000 രൂപ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു 10 വീട് കാണിക്കണം എന്നുള്ള നിർബന്ധ ദിവസം വെച്ച് 2 ദിവസം റിസ്ക് എടുത്ത് സഞ്ചരിച്ചാൽ അറ്റ്ലീസ്റ്റ് ആ പഴയതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള മറ്റൊരു വാടക വീട് അവർക്ക് കിട്ടും. ഒരുപക്ഷെ ഇത്തരം സെന്റിമെന്റ് കാരണം ആ വീട്ടിൽ ലോക്കായി ജീവിക്കുന്നവര് കുറച്ച് കാലം കഴിഞ്ഞാൽ നിലവിലുള്ള സ്രോതസ് പോലും നഷ്ടപ്പെടുത്തി ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ അവരുടെ വയസ്സും അവരുടെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ട കാലങ്ങളായിരിക്കും. പിന്നെ വാസ്തു എപ്പോഴും ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പറയാറുണ്ട്, അത് അവരെ മാത്രം, ഇപ്പൊ ന്യൂമറോളജി വ്യക്തിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ്. പക്ഷെ വാസ്തു ആ വീട്ടിൽ താമസിക്കുന്ന നിരപരാധികളായ കുട്ടികളെയും ബാധിക്കുന്ന പ്രശ്നം. അവരുടെ വളർച്ച, അവരുടെ മാനസിക വളർച്ച, അവരുടെ ശാരീരിക വളർച്ച, അവരുടെ വിദ്യാഭ്യാസം, ഇതെല്ലാം ഈ മുതിർന്ന ആൾക്കാരുടെ തീരുമാനത്തിന് വഴങ്ങി തോറ്റു ജീവിക്കേണ്ടി വരുന്ന നിർഭാഗ്യം അവർക്കുണ്ടാവും. ചില വീടുകളിൽ ഞാൻ കാണുന്ന മറ്റൊരു വിഷയമുണ്ട്, ഒരു വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അവരുടെ അച്ഛനെ അടക്കിയ സ്ഥലം ചിലപ്പോൾ ആ വീടായിരിക്കാം. ഇങ്ങനെയുള്ള സെന്റിമെന്റിലൂടെ വാസ്തുദോഷമാണെന്ന് അറിഞ്ഞിട്ടും അതിനെ ഡിസ്റ്റർബ് ചെയ്ത് ആ വാസ്തുദോഷം തിരുത്താതെയോ, അല്ലെങ്കിൽ ആ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഇതൊന്നും താല്പര്യമില്ല എന്ന രീതികളിൽ വാസ്തുദോഷമാണെന്ന് അറിഞ്ഞ് ആ വീട്ടിൽ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പെട്ടെന്ന് ഇതിനോടൊപ്പം വേറൊരു സംഭവം ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടുവരുന്ന വിഷമമേറിയ ഒരു സംവിധാനമാണ്. സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ ഇതിന്റെ വാസ്തുവിശ്വാസികൾ. പുരുഷന്മാരില്ലെന്നല്ല, ഉണ്ട്. അപ്പൊ അവരിതെല്ലാം മനസ്സിലാക്കുന്നു. കാരണം സ്ത്രീകൾക്കാണ് ഓർമ്മ. ആ വീടിന്റെ മുഴുവൻ കാലങ്ങളായിട്ടുള്ള വിഷയങ്ങളെല്ലാം ഓർമ്മിച്ച് മെമ്മറി ചെയ്ത് വെച്ചിരിക്കുന്ന എപ്പോഴും സ്ത്രീകളായിരിക്കും, അമ്മമാരാ. അവർ ഓരോ അനുഭവങ്ങളും ചേർത്ത് ഈ വ്ളോഗ് കാണുമ്പോൾ മനസ്സിലാക്കി അവരൊരു തീരുമാനത്തിലെത്തുന്ന ഇത് വാസ്തുദോഷമാണ്. പക്ഷെ ഒരു വീടിന്റെ വിധി നിർണ്ണയിക്കുന്നത് സ്ത്രീ തന്നെയാണ്. ആ വിധി മാറാൻ പോകുന്നുണ്ടെങ്കിലും അത് സ്ത്രീയിലൂടെ തന്നെയാണ് മാറുന്നത്. അത് ഫോർവേഡ് റിവേഴ്സ്, അത് എല്ലാം സ്ത്രീയിലൂടെ തന്നെയാണ്. ഇൻഫർമേഷൻ സ്ത്രീ തന്നെയാണ്, മനസ്സിലായി. ഭൂമി, വീട്, കാറ്, ഇതെല്ലാം സ്ത്രീയാണ്, മനസ്സിലായി. അപ്പം ആ സ്ത്രീക്ക് അത് മനസ്സിലായി തുടങ്ങുന്നു. പക്ഷെ ഹസ്ബൻഡ് അനുവദിക്കുന്നില്ല, അവർക്ക് വിശ്വാസമില്ല എന്നാ പറയുന്നത്. പക്ഷെ ഹസ്ബൻഡ് ആ ബുദ്ധിമുട്ടുന്നത്. പക്ഷെ അവർക്കത് വിശ്വാസമില്ലെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ജനൽ മാറ്റിവെച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ കാണുള്ളൂ മിക്കവാറും വീടുകളിൽ. ഒരു സെപ്റ്റിക് ടാങ്ക് മാറ്റിവെച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ കാണുള്ളൂ മിക്കവാറും വീടുകളിൽ. ഈ സെപ്റ്റിക് ടാങ്ക് നിങ്ങളല്ല മാറ്റുന്നത്. ഉചിതമായ സ്ഥാനം കാണിച്ചു കൊടുത്താൽ വർക്കേഴ്സ് ഒന്ന് മാറ്റി വെച്ചിട്ട് പോകും. 2-3 ദിവസം ബുദ്ധിമുട്ട് മാറ്റുള്ളൂ, മറ്റൊരു മനോഹരമായ കാലങ്ങളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യാൻ. ഇതിനെ തിരഞ്ഞെടുക്കാനുള്ള മാനസികാവസ്ഥ തരുന്നതും ആ വീട് തന്നെയാണ്. അപ്പോ എന്റെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷമോ അല്ലെ 15 വർഷമൊക്കെ മുമ്പൊക്കെ, ഞാൻ ഇതിന്റെ ഇപ്പോൾ ഉണ്ടാകുന്ന തിരക്കല്ലായിരുന്നു എനിക്ക്. മറ്റൊരു ഉപജീവനവും പ്ലസ് വാസ്തു പ്രാക്ടീസുമായി കഴിയുന്ന കാലങ്ങളിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അവരെ ബുദ്ധിമുട്ടി വഴക്ക് പറഞ്ഞ് അത് ചെയ്യിപ്പിക്കുമായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ച്, എന്തുകൊണ്ട് ഇവർ ഇത്രയും കഷ്ടപ്പെടുന്നു, ഞാൻ ഇത്രയും ഗ്യാരണ്ടി കൊടുത്തിട്ട് അവരത് ചെയ്യുന്നില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ വിഷമിക്കുമായിരുന്നു. പിന്നെ ആഴ്ചകൾ കഴിഞ്ഞ് ഞാൻ വിളിച്ച് ചോദിക്കുമായിരുന്നു, നിങ്ങളത് ചെയ്തോ? ഇപ്പൊ അതൊന്നും ചെയ്യാറില്ല. കാരണം വിധി അത് വളരെ കൃത്യമായി കർമ്മയും വിധിയിലും മെല്ലെ വിശ്വസിച്ച് അതിന്റെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു കാലമാണ് ഇപ്പൊ എനിക്ക്. ആ വിധി ഒരുപക്ഷെ ആ വീട്ടിലെ അമ്മയിലൂടെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിലൂടെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടുകാർ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് വാസ്തുദോഷം നിസാര ഫാൾട്ട് പോലും മാറ്റാത്ത ഒരുപാട് വീടുകൾ എനിക്കറിയാം. 1000കണക്കിന് വീട് നോക്കിയ ഒരാളാണ് ഞാൻ, വിത്ത് പ്രൂഫ്. 1,00,000 കിലോമീറ്റർ യാത്ര ചെയ്ത ആളായി വാസ്തുവിന് വേണ്ടി മാത്രം. മനസ്സിലായി. ഓരോ യാത്രകളും എനിക്ക് ഓരോ അനുഭവങ്ങളും ഓരോ പഠനങ്ങളുമാണ്. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ എല്ലാവിധ ബുദ്ധിയും സമൃദ്ധിയും എല്ലാം നിങ്ങൾക്ക് ഒരു ദൈവാനുഗ്രഹമായോ അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പെട്ട് നിങ്ങൾ നേടിയെടുത്തതോ ആകാം. പക്ഷെ അതൊന്നും ചോർന്നു പോകാതിരിക്കുവാൻ വീടിന്റെ വാസ്തു മുഖ്യധാരയിൽ എടുക്കുക. വീടിന്റെ വാസ്തു, ഏത് വാസ്തു സ്വീകരിക്കണം, ഏത് ടെക്നീഷ്യനെ നമ്മൾ വിളിക്കണം എന്നുള്ളതിൽ ടാസ്ക്, അത് എനിക്ക് പോലും അതിന്റെ മറുപടി ഇല്ല. വസ്ത്ര അലങ്കാരങ്ങളുടെ മോടിയിൽ പലരും ചിലർ തിരഞ്ഞെടുക്കാറുണ്ട്. എളുപ്പം നമുക്ക് ക്വിക്കായിട്ട് പ്രതിവിധി പറഞ്ഞു തരുന്ന ആളാണ്. ഒരു ചെറിയൊരു 1/2 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി എന്ന് പറയുന്ന പോലത്തെ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഐറ്റങ്ങൾ എന്തെങ്കിലും വെച്ചാൽ മതി എന്ന് പറയുന്ന, ഇങ്ങനെയൊക്കെ ഓരോരുത്തരുടെ മാനസിക അവസ്ഥകളാണ് ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നത്. ഇത് ഒരു വൈബായത്. ഞാൻ എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ക്ലയന്റുകളെല്ലാം കൂടുതലും ഞാൻ റിസർച്ച് ചെയ്തോണ്ട്, ഞാൻ എൻ്റെ യാത്രകൾ കൂടുതലും എൻ്റെ ക്ലയന്റുകൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും പല മതസ്ഥരിലും എനിക്ക് ക്ലയന്റുകളുണ്ട്. ഒരു നല്ല വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിവുള്ള അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്.
എന്നാൽ മറ്റുള്ളവർ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ എൻ്റെ സഹപ്രവർത്തകരോട് എന്നോടൊപ്പം ഇതേപോലെ വാസ്തുഷ്ടായിരിക്കുന്ന അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാറ്റഗറി വേറൊരു കാറ്റഗറിയാണ്. ചില ആൾക്കാരോട് ചോദിക്കും, അവരും എല്ലാം അന്ധവിശ്വാസികൾ, അവർ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഇപ്പൊ ചെയ്യണമെങ്കിൽ എത്ര രൂപ വേണം ചിലവാക്കി തരാമെന്ന് സമ്മതിക്കുന്നത്. അപ്പൊ ഇത് ആ വീട് തയ്യാറാക്കുന്ന മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ കാലമാണ് ഈ ടെക്നീഷ്യനെ തിരഞ്ഞെടുക്കുന്ന ഒരു ടാസ്ക്. അതൊരു വലിയൊരു ടാസ്ക്കാണ്, ഒരിക്കലും എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്തൊരു ടാസ്ക്കാണ്. അപ്പൊ ഞാൻ സ്വയം വിശ്വസിക്കുന്നു, കാലമായാൽ ഞാൻ അവിടെ എത്താം എന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സാറ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എളുപ്പം നിങ്ങളുടെ മുന്നിലോട്ടേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക. ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും കാത്തിരിക്കാം. താങ്ക്